ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ഭാഗ്യം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. 1, 2, 8, 5, 14, 5. ഇവിടെ വന്നിരിക്കുന്ന രാശി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ്. മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഈ നമ്പർ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ, നിങ്ങൾ ജനിച്ച മാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ദിവസമായിട്ടോ ഇത് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹം എന്താണ്? നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വിജയമാണ്, ഒരു ഗ്രോത്താണ്. ഒരുപാട് നാളായി നിങ്ങൾ അനുഭവിച്ച് വന്നിരുന്ന ചില മാനസിക പിരിമുറുക്കമുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഇല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെടാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ആയിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി നിങ്ങൾ കുറേ നാളായിട്ട് കടന്നു പോകുന്നു എങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു വിജയമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു തൂവലിനെ കാണാം, ആ ഒരു വിജയത്തിൻ്റെ സിമ്പിളാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോത്ത് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അത് വേഗമാണ് വരുന്നത്. വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആക്ഷൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മാനസിക സംഘർഷങ്ങൾക്കും ഒരു അവസാനം വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന എന്ത് വിഷയമാണോ ആ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 10 ഓഫ് സോഡ് നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് ഇല്ലാണ്ട് ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ഇഗ്നോർ ചെയ്ത് നിങ്ങളെ പുറത്ത് കളഞ്ഞിരിക്കുന്ന എനർജി ഇവിടെ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നു. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി ഇല്ലാണ്ട് പോയിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നു. കണ്ടോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായി വന്നു. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ജസ്റ്റിസിലേക്കാണ്, നിങ്ങളുടെ നീതിയിലേക്കാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. നിങ്ങളെ ആരൊക്കെയാണോ ഇഗ്നോർ ചെയ്തത് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗ്രോത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അതേ സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം. ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഇങ്ങനെ തകർന്ന് വിഷമിച്ച് ചീറ്റിംഗ് അനുഭവിച്ച് തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, ഞാൻ വീണ്ടും എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഡോറ് കടന്നു ചെന്നെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ആ ഗ്രോത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജസ്റ്റിസ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലാണോ, ജോലിയാണോ അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബന്ധമായിട്ടാണോ സാമ്പത്തികപരമായിട്ടാണോ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ ലഭിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ തരാൻ പോകുന്നത് ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, ഇവിടെ സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ജഗിൾ ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ അറിയുന്നില്ല. അത് നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സ് ഒരുപാട് ജഗിൾ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാലൻസ് ലഭിക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നല്ല സമയമാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ജഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷനായിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിപ്പോൾ ജഗിൾ ചെയ്യുന്നു. ഞാൻ ഏത് ചെയ്യട്ടെ, ഏത് പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള
പിരിമുറുക്കത്തെയാണ്. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. മാനസിക പിരിമുറുക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ ജഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, 9 നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിങ്ങളുടെ സൈക്കിക് നമ്പറോ നിങ്ങളുടെ ഡെസ്റ്റിനിയോ 9 ആണോ എന്ന് നോക്കുക. സൈക്കിക് നമ്പറും ഡെസ്റ്റിനിയും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ അതിന് മുന്നേ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മന്ത്, വർഷം, ഓക്കെ, അതെല്ലാം കൂടി ഓരോ സംഖ്യ വീതം കൂട്ടി വരുന്നതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. സൈക്കിക് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൂട്ടുന്നത്. ഒറ്റ സംഖ്യയാണെങ്കിൽ കൂട്ടേണ്ട, ഇരട്ട സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, ഇപ്പോൾ 12 ആണെങ്കിൽ 1 + 2 എന്ന് പറഞ്ഞ് കൂട്ടാം. അപ്പോൾ കിട്ടുന്ന 3 ആണ് നിങ്ങളുടെ സൈക്കിക് നമ്പർ. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ടും നിങ്ങളുടെ മെറ്റലിസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ബാലൻസിങ്ങിൽ വരുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വഴി തെളിയുന്നു. സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് വഴികാട്ടിയാണ്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ വഴികാട്ടിയായിരുന്നു സ്റ്റാർ. അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ചില സ്റ്റാറുകൾ തെളിയാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ചില സ്റ്റാറുകളെ തെളിയിച്ചിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. 5 ഓഫ് പെൻറ്റിക്കിളിൽ നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾ, ആരോഗ്യ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ ആരോഗ്യം വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ടീം വർക്ക് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ചില വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചില ജോലികളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് ചില വ്യക്തികളുടെ ഗൂഢാലോചനപരമായിട്ടാണ് നിങ്ങൾ പുറത്താക്കേണ്ടി വന്നിരിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. എല്ലാ നെഗറ്റീവ് തോട്ടുകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും നീക്കിക്കളയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ നേരിട്ടിരിക്കുന്നതിനെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ വന്നു ചേരാൻ പോകുന്നു. എന്ത് ഗിഫ്റ്റാണ് എൻ്റെ വ്യൂസിന് നൽകാൻ പോകുന്നത്? യാത്രയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയാണോ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. യാത്രയാണ് വരുന്നത്. ഓക്കെ, എൻ്റെ തൊണ്ട അടയ്ക്കുന്നു ഭയങ്കര എനിക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണോ മിസ്സ് ചെയ്യുന്നത്, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ മിസ്സ് ചെയ്യുന്നത് അത് നിങ്ങൾക്കിവിടെ ലഭ്യമാക്കാൻ പോകുന്നു. യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ നേർക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ജോലിയാണോ മിസ്സായിട്ടുള്ളത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ റിലേഷനാണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ അതെല്ലാം മാറി നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിലേക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഗ്രോത്ത് ആണ്, സഡൻ ഗ്രോത്ത് ആണ് എൻ്റെ വ്യൂസിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. സഡൻ ഗ്രോത്ത്, 8 ഓഫ് വാണ്ടിൻ്റെ എനർജി. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ദ വേൾഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു യാത്രയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഒരുപാട് അവസരങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. 2 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സക്സസിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് അതിവേഗത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻറ്റിക്കിളാണ്, അബൻഡൻസിൻ്റെ രാജാവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അബൻഡൻസിൻ്റെ രാജാവാക്കി മാറ്റാൻ പോകുന്നു, രാജാതിരാജനാക്കി മാറ്റാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. യൂണിവേഴ്സിൻ്റെ ശക്തിയിൽ ഏറ്റവും വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മുന്നോട്ട് ഏറ്റെടുക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത് എനിക്കുള്ള എനർജിയാണ്. എൻ്റെ ജീവിതത്തിൽ സക്സസ് വന്നു ചേരാൻ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.
ഇവിടെ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഫൂളിൻ്റെ നമ്പർ 0 ആണ്. ഇതുവരെയും നിങ്ങൾ വാല്യൂ ഇല്ലാത്ത ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ചേരുമ്പോൾ 0യ്ക്ക് വാല്യൂ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വാല്യൂ ഉള്ള ഒരു വ്യക്തിയായി മാറാൻ പോകുന്നു. നമ്പർ 1 ആയിട്ടുള്ള യൂണിവേഴ്സാണ് നിങ്ങളോട് ചേരുമ്പോൾ 0 ആയിട്ടുള്ള നിങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു, ഇരട്ടിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ ഇതുവരെയും കാണാത്ത കാഴ്ചകളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് മാത്രം നോക്കരുത്. എൻ്റെ ലൈഫിൽ എങ്ങനെ സംഭവിക്കും എന്ന് മാത്രം നിങ്ങൾ നോക്കരുത്. സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുഴിയിലേക്ക് വീണു പോകും. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൊണ്ട് നടക്കുന്നത് യൂണിവേഴ്സാണ്. ഇവിടെ ഒരു ഡോഗിയെ കാണാം. ആ ഡോഗി എന്ന് പറയുന്നത് യൂണിവേഴ്സാണ്. അത് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു അവയർനെസ് ആണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മുന്നേറ്റവും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു അവയർനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ചില കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ഞാൻ എൻ്റെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു, ഇനി എല്ലാം യൂണിവേഴ്സ് തന്നെ ചെയ്യട്ടെ, ഞാൻ ഇതെല്ലാം വിട്ടുകളയുകയാണ്, ഇതിൻ്റെ ഭാരമൊന്നും ഞാൻ ഇനി എടുക്കുന്നില്ല, എന്തായാലും എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ട്രസ്റ്റ് ഉള്ള ചില വ്യക്തികളുടെ ജീവിതത്തിലാണ് ഒരു പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഗ്രോത്ത് ആണ്. റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് വരുന്നത്. സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒരു ഉയർച്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? മദർ യൂണിവേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് 3, 4, 14, 5, 1 വീണ്ടും ആവർത്തിച്ചു. ഓക്കെ, എംപ്രസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ വന്നു ചേരാൻ പോകുന്നു. അത് ജോലി സംബന്ധമായിരിക്കും. ഇവിടെ ഒരു സിംഹാസനം കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായി നിങ്ങൾക്കൊരു വിജയം, ഗ്രോത്ത് നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു, ഒരു ഗ്രോത്ത് വരുന്നു എന്നുള്ളതാണ്. ഫെർട്ടിലിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദരത്തിലൊരു കുഞ്ഞിനെ യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ തന്നെ ഈ ഒരു നിമിഷം കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. കുട്ടികളെ ലഭിച്ചതിനായി നന്ദി. താങ്ക് യു. ഓക്കെ, ഒരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു സന്തോഷമാണ് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അധികാരം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ലഭ്യമാകുന്നു. PSC എഴുതിയിട്ട് കാത്തു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ഇവിടെ ഗവൺമെൻറ് ജോലി യെസ് എന്നുള്ള ഒരു ആൻസറോട് കൂടി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജഡ്ജിമെൻറ്റ്, നിങ്ങൾ ചില നിയമ പോരാട്ടങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ചില ഗവൺമെൻറ് ഇഷ്യൂകൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ളതോ ജോലി സംബന്ധമായിട്ടുള്ളതോ ചില കാര്യങ്ങൾക്ക് വേണ്ടി ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ വാദിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ അധികാരികളോട് നിങ്ങൾ ചെയ്യാത്ത ചില തെറ്റുകൾക്ക് നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചില വാക്ക് തർക്കങ്ങൾ ഉള്ളതായി കാണുന്നു. അത് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാണ്ട് ഒരു ഗ്രോത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അത് ജോലി സംബന്ധമായിരിക്കാം. 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വന്നു ചേരുന്നു. സണ്ണിൻ്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷനുമായിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ റീയൂണിയൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ സ്റ്റാർട്ട് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. കാരണം ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ബാലൻസിങ്ങിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ റീയൂണിയന് സാധ്യത കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ചില വ്യക്തികളുടെ ലൈഫിൽ ജോലി ഇവിടെ സ്റ്റാർട്ടായിരിക്കുന്നു. പുതിയ ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു.
ഓക്കെ, അടുത്തത് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. വിസയ്ക്ക് വേണ്ടി കാത്തു നിന്ന ചില വ്യക്തികളുണ്ട്. വിസ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്തതിന് ശേഷം നിങ്ങൾ കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരുന്നു. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡ്, നിങ്ങളുടെ മനസ്സ് പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പോകരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, 2 ഓഫ് സോഡിൻ്റെ എനർജി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ മാനസികമായി തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് എന്തെന്ന് കാണാൻ വയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ട് പോകാതെ വണ്ണം ഇരിക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ ഇരുന്നാൽ എന്താണ്? ഓക്കെ, നമുക്ക് ചോദിക്കാം, ഇങ്ങനെ മനസ്സ് തകർന്നു പോകാതെ സ്ട്രോങ് ആയി ഇരുന്നാൽ യൂണിവേഴ്സിന് എന്ത് ഗിഫ്റ്റാണ് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്ത് ഗിഫ്റ്റാണ് നൽകുന്നത്? ഈ ബ്ലോക്കേജുകളൊക്കെ മാറി വഴികളെല്ലാം ഓപ്പൺ ആകും എന്നുള്ളതാണ്. കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ ബ്ലോക്കേജ്, ഓക്കെ, ഈ ബ്ലോക്കേജുകളെല്ലാം മാറിയിട്ട്, ഇപ്പോൾ കാണാൻ വയ്യാതിരിക്കുന്ന ബ്ലോക്കേജ് ഉണ്ട്, ആ ബ്ലോക്കേജ് എല്ലാം മാറിയിട്ട് നിങ്ങളുടെ വഴി ഓപ്പൺ ആകും. ഒരു ധീരൻ എങ്ങനെയാണോ കടന്നു പോകുന്നത്, തൻ്റെ ജീവിതത്തിൽ സർവ്വതും നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു യോദ്ധാവ് എങ്ങനെയാണോ മുന്നോട്ട് കുതിക്കുന്നത്, അതുപോലെ നിങ്ങൾ കുതിച്ചു പോകും. ഈ ബ്ലോക്കേജ് മാറിയിട്ട് നിങ്ങൾ മുന്നോട്ട് കുതിച്ചു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എനർജി. ക്ഷമിക്കണം, എനിക്ക് ശബ്ദത്തിന് തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, ശ്വാസം മുട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ മുടങ്ങാതെ ഇടാൻ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തി, അതാരുമാകാം, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, വ്യക്തിക്ക് എൻ്റെ വ്യൂസിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് കാർഡ്, സെക്കൻഡ്, ഓക്കെ, തേർഡ് കാർഡ്. അപ്പം നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആരായാലും, ഏത് വ്യക്തിയായിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ ചെയ്തതായി കാണുന്നു. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി, ചില ജഗ്ലിംഗ് സിറ്റുവേഷൻ, നിങ്ങളെ സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങൾ ജഗിൾ ചെയ്തതായി കാണുന്നു. അല്ലെങ്കിൽ ചില 2 സിറ്റുവേഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകിൽ സാമ്പത്തികമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം. 2 വ്യക്തികൾ ചേർന്ന് നിന്ന് നിങ്ങളെ ചതിച്ചതായിട്ട് കാണുന്നു. ഓക്കെ, 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണുള്ളത്. നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതായി കാണുന്നു. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടും അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് ഈ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു ഹൃദയം തകരുന്നതായിട്ടുള്ള ഒരു അനുഭവം ലഭിച്ചതായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലമായിരിക്കാം. എന്നിട്ടും ചില തേർഡ് പാർട്ടികൾ നിങ്ങളെ മാനസികമായി തകർത്തിരിക്കുന്നു എന്ന് കാണുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായതായി കാണുന്നു. ഓക്കെ, ഒരുപാട് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ നിന്നും നിങ്ങളെ തള്ളി താഴെ ഇട്ടിരിക്കുന്നു. 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. അത് ജോലി സംബന്ധമായിരിക്കാം, റിലേഷൻ സംബന്ധമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ്,
കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര പെയിൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്? ദ വേൾഡിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. വീണ്ടും നിങ്ങളുമായിട്ട് യോജിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് കുറ്റബോധം തോന്നുന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങളെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നു. നിങ്ങളിലേക്ക് തിരിച്ച് കടന്നു വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ക്ലാരിറ്റി തരണമെന്നും നിങ്ങളിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ അവരുടെ മാനസിക നില വീണ്ടും വഷളായി തീരുമെന്നുള്ള അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയും ആകാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.